ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെവൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താടാ ഇത് കാലി ട്രെയിനകത്ത് നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വിചാരിക്കുന്നത്. അതെ, അബ്സല്യൂട്ട്ലി എം ടി ആയിട്ടുള്ള ട്രെയിൻ, ആരുമില്ല. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും എല്ലാ സൈഡും ഫുള്ളി കാലിയാണ്. ഇത് എന്ത് തരം കോച്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഇതൊരു ഡെമോ കോച്ചാണ്. ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് എന്ന വകഭേദത്തിൽ വരുന്ന മൾട്ടിപ്പിൾ യൂണിറ്റ് ട്രെയിനായ ഡെമുവിൻ്റെ കോച്ചാണിത്. നമ്മൾ ഒരു ചെറിയ യാത്ര പോവുകയാണ്. എവിടെയാണെന്നല്ലേ? അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെമു. ഇതിപ്പോൾ തിരുത്തുറൈപ്പൂണ്ടി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ തിരുവാരൂർ ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. തിരുത്തുറൈപ്പൂണ്ടി നിന്ന് അഗസ്ത്യംപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണിത്. അപ്പോൾ ശരിക്കും ഈ വീഡിയോയിൽ ഈ ട്രെയിനല്ല, ഇപ്പോൾ ഈ ട്രെയിൻ നമ്മൾ അഗസ്ത്യംപള്ളി വരെ പോയിട്ട് തിരിച്ച് ഇതേ ട്രെയിൻ നമ്മൾ തിരിച്ചു വരും. അപ്പോൾ അഗസ്ത്യംപള്ളിയിൽ നിന്ന് തിരിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഇതിപ്പോൾ ഫുള്ള് ഇരുട്ടത്തായിരിക്കും. ഇപ്പോൾ സമയം ഇപ്പോൾ 4:34 ആയതേ ഉള്ളൂ. ഇവിടെ 4:45 പുറപ്പെട്ട് 5:45 ഇത് അഗസ്ത്യംപള്ളിയിലെത്തും. എന്നിട്ട് അവിടെ നിന്ന് 5:55 തിരിച്ചു വരും. അപ്പോൾ നമുക്ക് തിരിച്ചുള്ള യാത്ര നമുക്ക് കാണാം. ഞാൻ ഇൻട്രോ നേരത്തെ എടുക്കുന്നതെന്ന് വെച്ചാൽ അഗസ്ത്യംപള്ളിയിൽ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചാണ് ഇവിടെ നിന്ന് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്യുന്ന റെയിൽവേ ലൈൻ ഉണ്ടല്ലോ, ഈ തിരുത്തുറൈപ്പൂണ്ടി അഗസ്ത്യംപള്ളി റെയിൽവേ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? ഈ തിരുത്തുറൈപ്പൂണ്ടി അഗസ്ത്യംപള്ളി റെയിൽവേ ലൈൻ എന്ന് പറയുന്നത് 1919 മറ്റോ ഉദ്ഘാടനം ചെയ്ത ഒരു മീറ്റർ ഗേജ് റെയിൽവേ ലൈനായിരുന്നു. പോയിൻറ്റ് കാലിമിയർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. കടൽക്കരയിൽ, അതായത് കടലിനോട് ചേർന്നിട്ടുള്ള ഒരു പോയിൻ്റ് ആയിരുന്നു പോയിൻറ്റ് കാലിമിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ വരെ ലൈൻ പോകുന്നില്ല, ഇപ്പോൾ അഗസ്ത്യംപള്ളി വരെ ലൈൻ പോകുന്നുള്ളൂ. അപ്പോൾ അവിടെ വരെ പൊയ്ക്കൊണ്ടിരുന്നൊരു റെയിൽവേ ലൈനായിരുന്നു ഇത്. 2000s ഇത് മീറ്റർ ഗേജ് ലൈൻ ഓപ്പറേഷൻ സസ്പെൻഡ് ചെയ്യും. പിന്നെ അവസാനം 2023 തോന്നുന്നു വീണ്ടും ബ്രോഡ് ഗേജ് ആയിട്ട് റീഓപ്പൺ ചെയ്യുകയും ചെയ്തതാണ്. ഇപ്പോൾ സദേൺ റെയിൽവേയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏക ലൈനായിട്ട് ബാക്കി നിന്നിട്ടുണ്ടായിരുന്നത് അഗസ്ത്യംപള്ളി തിരുത്തുറൈപ്പൂണ്ടി ലൈനാണ്. ഇതൊരു ബ്രാഞ്ച് ലൈൻ. ആ ദിവസത്തിൽ ആകെ 2 സർവീസേ ഉള്ളൂ. അതും തിങ്കൾ മുതൽ വെള്ളി വരെ സർവീസുള്ളൂ. ശനി ഞായർ സർവീസില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വർക്കിംഗ് ഡേ തന്നെ വരണം, തിങ്കൾ ടു വെള്ളി തന്നെ വരണം. അതുകൊണ്ട് നമുക്ക് ഇതുവരെ ഈ ഒരു റൂട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അതുമാത്രമല്ല, കഴിഞ്ഞിടയ്ക്ക് ടൈം ടേബിൾ മാറ്റിയിട്ട് ഈ ട്രെയിനുകൾ വളരെ നേരത്തെ ആക്കുകയും ചെയ്തു വരും. അപ്പോൾ നമുക്ക് ഒരു രീതിക്കും യാത്ര ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഇയർ എൻഡൊക്കെ ആയതുകൊണ്ട് നമ്മൾ ലീവുകളൊക്കെ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ലീവ് എടുത്ത് വന്നാണ്, ഇന്നൊരു തിങ്കളാഴ്ചയാണ്, അങ്ങനെ നമ്മൾ ലീവ് എടുത്ത് വന്നാണ് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു യാത്ര നമ്മളിപ്പോൾ തിരുത്തുറൈപ്പൂണ്ടിയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ടുള്ളൂ. തിരുത്തുറൈപ്പൂണ്ടിയിൽ നിന്ന് നമ്മളിപ്പോൾ അഗസ്ത്യംപള്ളി പോയിട്ട് അഗസ്ത്യംപള്ളിയിൽ നിന്ന് ഇതേ ട്രെയിനിൽ കയറി നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ ട്രെയിൻ തിരുവാരൂർ വരെ പോകും. നമ്മൾ തിരുവാരൂരിലേക്ക് നമ്മൾ പോകുന്നത്. തിരുവാരൂർ പോയിട്ട് ഇഫ് പോസിബിൾ കണക്ഷൻ ട്രെയിൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രെയിനിൽ തന്നെ ട്രിച്ചിക്ക് പോകും. അല്ലാന്നുണ്ടെങ്കിൽ തിരുവാരൂരിലെ യാത്ര അവസാനിപ്പിച്ചിട്ട് ഞാൻ പിന്നെ അവിടുന്ന് ബസ്സിന് ട്രിച്ചിയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചുള്ള യാത്രയിൽ ഉറപ്പായിട്ടും അഗസ്ത്യംപള്ളി ടു തിരുവാരൂർ കവർ ചെയ്യും. ബാക്കിയുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ബാക്കി വിശേഷം നമുക്ക് അഗസ്ത്യംപള്ളി പോയിട്ട് തിരിച്ചുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ വരാം. അപ്പോൾ ഫോക്സ്, നമ്മളിതിപ്പോൾ അഗസ്ത്യംപള്ളി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് അഗസ്ത്യംപള്ളി റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോഴത്തെ അവിടെ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നേ ഉള്ളൂ. 5:50 നേരം വെളുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഈ സ്റ്റേഷനൊക്കെ ഒന്ന് കാണിച്ചേക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് അഗസ്ത്യംപള്ളി സ്റ്റേഷൻ. വളരെ ചെറിയൊരു സ്റ്റേഷനാണ്. ഇതാകെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. അപ്പോൾ ഈ ടിക്കറ്റ് കൗണ്ടറിൽ നമുക്കൊരു ടിക്കറ്റ് മേടിച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഞാൻ ട്രിച്ച് ഒരു ടിക്കറ്റ് മേടിച്ചിട്ടുണ്ട്. 40 രൂപയാണ് ടിക്കറ്റ് വന്നിരിക്കുന്നത്. നമുക്കന്ന് സ്റ്റേഷനുള്ളിൽ കയറാം. ഇതാണ് നമ്മൾ നേരത്തെ വന്ന വണ്ടി. ഇവിടുന്ന് 5:55 തിരിച്ചു. 5:40 ആയതേ ഉള്ളൂ. 5:35 ഇവിടെ എത്തിയായിരുന്നു. ഇതാണ് നമ്മൾ വന്ന വണ്ടി. ഇതേ വണ്ടിയാണ് തിരിച്ചും പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെമോ. ICF ബിൽറ്റ് ഡെമോ ആണ്. അത്യാവശ്യം നല്ല പഴക്കമുള്ള വണ്ടിയാണ്. 2000 ബിൽറ്റായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ നമ്പറിങ് റീനമ്പറിങ് ചെയ്തിട്ടുണ്ട്. ഒരു 008065 എന്നിപ്പോൾ റീനമ്പർ ചെയ്തിട്ടുണ്ട്. ഇതിന് പണ്ട് 5 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരുന്നു. ഇതിപ്പോൾ പുതിയ നമ്പറിങ് സ്കീം പ്രകാരം റീനമ്പർ ചെയ്ത് 008065 ആയതാണ്. അകത്തേം കയറിയപ്പോൾ എല്ലാം 2000 ബിൽറ്റ് കോച്ചസ് ആയിരുന്നു. നമുക്കെന്നാൽ ഏകദേശം നടുക്കോ എല്ലായിട്ടൊരു സീറ്റ് പിടിക്കാം. കാരണം നമുക്ക് ഈ ട്രെയിന് തിരുവാരൂരിലേക്കുള്ളതാണ്. ഈ ട്രെയിന്
അപ്പോൾ ഈ ട്രെയിനിൽ കയറുമ്പോൾ തിരുവാരൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരുവാരൂരിൽ നിന്ന് നമുക്ക് പിന്നെ ഉടനെ തന്നെ ഒരു 15 മിനിറ്റ് ഗ്യാപ്പിൽ ട്രിച്ചിയിലേക്കൊരു കണക്ഷൻ ട്രെയിൻ ഉണ്ട്. വേളാങ്കണ്ണി ട്രിച്ചി പാസഞ്ചർ ഉണ്ട്. അപ്പോൾ ആ പാസഞ്ചർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിച്ചിയിൽ പോയി ഇറങ്ങാൻ സൗകര്യമുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിനിന് തിരിച്ചു പോകുമ്പോൾ തിരുത്തുറപ്പൂണ്ടിയിൽ ഒരു ക്രോസിംഗ് ഉണ്ട്. ആ ക്രോസിംഗ് ഫോർ എനി റീസൺ ലേറ്റ് ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ തെറ്റും. ഇതാണ് തിരുത്തുറപ്പൂണ്ടി സ്റ്റേഷൻ. 3 പ്ലാറ്റ്ഫോമൊക്കെയുള്ള സ്റ്റേഷനാണ്. 3 പ്ലാറ്റ്ഫോമില്ല, 2 പ്ലാറ്റ്ഫോം ഒരു ഗുഡ് സൈഡിങ് ഒക്കെ ഉണ്ട്. നമുക്ക് നടക്കവില്ലായിട്ട് നമുക്കൊരു സീറ്റ് പിടിക്കാം. സീറ്റ് പിടിച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് അഗസ്ത്യംപള്ളി സ്റ്റേഷൻ ബിൽഡിങ്. ഞാൻ നേരത്തെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് കാണിച്ചായിരുന്നു. ഒരു വളരെ ചെറിയ സ്റ്റേഷൻ ബിൽഡിംഗ് ആണ്. ജസ്റ്റ് ഒരു ടിക്കറ്റ്, ഒറ്റ സിംഗിൾ ടിക്കറ്റ് വിൻഡോ. സ്റ്റേഷൻ മാസ്റ്റർ ഞാൻ ടിക്കറ്റ് വിൽക്കുകയും ചെയ്യുന്നത്. ഇതാണ് നമ്മൾ വന്ന വണ്ടി. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പുറത്തെ സൈഡിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിന് അപ്പുറത്തായിട്ടൊരു ഗുഡ്സ് അൺലോഡിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഗുഡ്സ് അൺലോഡിങ് ഫെസിലിറ്റിക്ക് ഒരു വലിയ ഹൈ മാസ്റ്റ് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ലൈറ്റ് പക്ഷേ ഓഫാണ്, അത് കാണിക്കാൻ വഴിയില്ല. ട്രെയിനിൻ്റെ അവസ്ഥ പരിതാപകരം. കണ്ടു ഇവിടെ മാറാലയൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടോ? അത്രേ ഉള്ളൂ ഈ ട്രെയിനിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ. യാത്രക്കാരൊക്കെ വല്ലപ്പോഴും കയറിയാലായി. അപ്പോൾ ഒരുപാട് യാത്രക്കാരൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 ഫാമിലീസും കുറച്ച് പേരൊക്കെ കയറുന്നുണ്ട്. അപ്പുറത്തെ കോച്ചിലൊക്കെ 2-3 യാത്രക്കാരുണ്ട്. ഞാനിപ്പോൾ കയറിയ കോച്ചിൽ ആരുമില്ല. ഞാൻ ഇങ്ങോട്ടൊന്നും അപ്പുറത്തെ കോച്ചിലായിരുന്നു. ഫോർ ചേഞ്ച് ഇപ്രാവശ്യം ഇപ്പുറത്തെ കോച്ചിലോട്ട് മാറിയിരുന്നു. അപ്പോൾ ഇതൊരു എന്താ പറയുക ടെർമിനൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ടേൺ അറൗണ്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. ഇവിടെ നിലവിൽ ഇപ്പോൾ ആകെ ദിവസത്തിൽ ഈ 2 ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ വേറെ ഇതേ ഡെമോ തന്നെ വീണ്ടും വൈകുന്നേരം ഒന്നും കൂടി വരും. അതല്ലാണ്ട് വേറെ സർവീസുകളൊന്നും നിലവിൽ ഈ റൂട്ടിലില്ല. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവിംഗ് ക്യാബിൻ്റെ. എനിക്കൊന്ന് സിംഗിൾ ഒറ്റ ക്രൂ മാത്രമേ ഉള്ളൂ. ഒരു മോട്ടർമാനും അപ്പുറത്തൊരു ഗാർഡും മാത്രമേ ഉള്ളൂ തോന്നുന്നു. വേറെ ക്രൂ ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഈ ഒരു മനുഷ്യൻ മാത്രം നേരത്തെ കണ്ടുള്ളായിരുന്നു. ഇപ്പോഴും ഈ ഒരാൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഞാൻ കുറച്ച് വീഡിയോസ് എൻ്റെ ഫോണിലും കുറച്ച് ആക്ഷൻ ക്യാമറയിലും എടുക്കുന്നത്. ഇത് ആക്ഷൻ ക്യാമറയിലെ വിഷ്വലാണ്. കുറച്ച് നേരത്തെ കണ്ട ഫോണിലെ വിഷ്വലായിരുന്നു. ഏതാ നല്ലതെന്ന് നോക്കുക കേട്ടോ. രണ്ടും തമ്മിൽ ഫീൽഡ് ഓഫ് വ്യൂവിനൊക്കെ വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മുടെ ഡെമോ. ഞാനിവിടുന്ന് 3ാമത്തെ കോച്ചിലാണ് കയറിയിരിക്കുന്നത്. ഫസ്റ്റ് കോച്ചിൽ മകളിർ മട്ടും ലേഡീസ് ഓൺലിന്ന് പെയിൻ്റ് കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു ധൈര്യക്കുറവുണ്ട്. ഈ റൂട്ടിൽ ഇനിയിപ്പോൾ യാത്രക്കാരും കയറാൻ പോകുന്നില്ല. എന്നാലും വേണ്ട. സമയം ഇപ്പോൾ 5:52-53 നമ്മുടെ സ്റ്റാർട്ട് ഓൾറെഡി ആയിക്കഴിഞ്ഞു. സ്റ്റാർട്ടോടെ കാണാം, മഞ്ഞയാണ്, ആംബർ സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടറായി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിന് താമസിച്ചപ്പെട്ടു. നല്ല കാറ്റുണ്ട്. കാര്യം നമ്മൾ കടൽക്കരയിലൊക്കെ വളരെ അടുത്താണ്. പോയിൻറ്റ് കാലിമറിന് വളരെ വളരെ അടുത്താണ്. നല്ലോണം കാറ്റുണ്ട്. ഇതുവരെ നേരം വെളുത്തിട്ടില്ല. കാരണം വിൻ്റർ സീസൺ ആയതുകൊണ്ട് സൺറൈസ് ലേറ്റാണ്. ഇന്നാണെങ്കിൽ ഇവിടെ ഹെവി റെയിൻ വാർണിംഗും ഉണ്ട്. ദൈവം സഹായിച്ച് ക്ലൗഡി അല്ല, നല്ല ക്ലിയർ പോലെ ഉണ്ട് കണ്ട്. കാര്യം എനിക്ക് നക്ഷത്രങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ പോലെ ഉണ്ട് കണ്ടിട്ട്. സമയം 5:54. ചുറ്റുവട്ടത്തുള്ള അമ്പലങ്ങളിലെയൊക്കെ പാട്ടുകളാണ് കേൾക്കുന്നത്. സ്റ്റാർട്ടറും അഡ്വാൻസ്ഡും പച്ചയായി. അപ്പോൾ ഇത് മെയിൻ ലൈൻ ആയിരുന്നല്ലേ. ഞാനിത് ലൂപ്പ് ലൈനെന്ന് വെച്ചിരിക്കുകയായിരുന്നു. കൃത്യം 5:55 നമ്മൾ പുറപ്പെടുകയായി. ഈ റൂട്ടിൽ ബ്ലോക്ക് സ്റ്റേഷനായിട്ടുള്ളത് ഇത് മാത്രമാണ്. ഏകദേശം 35 കിലോമീറ്ററാണ് റൂട്ട് ലെങ്ത്ത്. തിരുത്തുറപ്പൂണ്ടി ടു അഗസ്ത്യംപള്ളി. ഈ 35 കിലോമീറ്ററിൽ ബ്ലോക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത് തിരുത്തുറപ്പൂണ്ടി കഴിഞ്ഞ് പിന്നെ അഗസ്ത്യംപള്ളി ഉള്ളൂ. അതിനിടയ്ക്കുള്ള സ്റ്റേഷനുകളെല്ലാം തന്നെ ഹോൾട്ട് സ്റ്റേഷനുകളാണ്. അപ്പം നമ്മളങ്ങനെ അഗസ്ത്യംപള്ളിയിൽ നിന്ന് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. പുതിയ ലൈനാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇരുട്ടത്താണ്. ആദ്യത്തെ സ്റ്റോപ്പായ വേദാരണ്യത്തിലേക്ക് എത്തണം. ഇവിടെ നിന്നൊക്കെ കയറാൻ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ വേദാരണ്യം സ്റ്റേഷൻ. അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇന്ന് തിങ്കളാഴ്ച രാവിലെയാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ നിന്നൊക്കെ യാത്രക്കാരുള്ളത്.
കാര്യം ഇത്രയും കൊച്ചെളുപ്പം കാലത്ത് കാര്യം നമ്മൾ വളരെ ചീപ്പ് ആൻഡ് എക്കണോമിക്കലായിട്ട് ട്രിച്ചിയിലെത്താം. 40 രൂപ ഇവിടുന്ന് ട്രിച്ചിയിലേക്ക് നമ്മൾ ഈ ട്രെയിനിന് പോകുമ്പോൾ. ബസ്സിന് പോയി എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു ഒരു 100 രൂപ എടുത്തെങ്കിലും, കാര്യം 100 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. 100 രൂപ എടുത്ത് എന്തായാലും ബസ്സിന് പോയി കഴിഞ്ഞാൽ ആവും. നമ്മൾ ജസ്റ്റ് 40 രൂപയുടെ കാര്യമുള്ളൂ. അപ്പോൾ നല്ല തിരക്കുണ്ടാവും. കൃത്യം 6:02 വേദാരണ്യം സ്റ്റേഷനിൽ എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നേരം എടുത്ത് വരുന്നുണ്ട്. ഞാൻ വെച്ച് ആരെങ്കിലും ഓടി വരുന്നതെല്ലാം കണ്ടതായിരിക്കുന്നു. നല്ല ഭംഗിയുള്ള റൂട്ടാണ്. പകൽ വന്നില്ലെങ്കിൽ സൂപ്പറാണ്. പകൽ പക്ഷേ ട്രെയിൻ ഇല്ല ഇതുവഴി. ഒരു മേജർ വളവാണ്. അടുത്ത സ്റ്റേഷനായ തൊപ്പത്തുറ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് ഒരുപാട് യാത്രക്കാർ കയറാറുണ്ട്. ഞാൻ ബാഗ് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സീറ്റ് സേഫ് എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് തൊപ്പത്തുറൈ സ്റ്റേഷൻ. ഇതായിരുന്നു തൊപ്പത്തുറ എന്ന് പറയുന്ന സ്റ്റേഷൻ. തൊപ്പത്തുറ. അടുത്ത സ്റ്റേഷൻ നെയ്വിളക്കിലേക്ക് എത്താണ്. നെയ്വിളക്ക്. ഇവിടുന്ന് കാര്യമായിട്ട് ആരും കയറാനില്ല. ഹോൾട്ട് ഏജൻ്റാണ് നിൽക്കുന്നത്. വേറെ ആരും ഇല്ല ഇവിടുന്ന്. നമ്മളിവിടെ ബിഫോർ ടൈം എത്തിയായിരുന്നു. നമ്മൾ 6:12 ആയപ്പോഴേക്ക് എത്തിയായിരുന്നു. 6:15 ഇവിടുന്ന് ഡിപ്പാർച്ചർ ടൈം. ജസ്റ്റ് 6:15 നമ്മൾ എടുക്കുകയായി.
പ്രത്യേകിച്ച് ഈ റൂട്ടിൽ വേറെ ട്രാഫിക്കൊന്നും ഇല്ല, സിഗ്നലുകളും ഇല്ല, ജസ്റ്റ് വിട്ടടിച്ചിങ്ങ് പോരത്രേ ഉള്ളൂ. എല്ലാ സ്റ്റേഷനിലും പ്രോപ്പർ പ്ലാറ്റ്ഫോം പണിതിട്ടുണ്ട്, പ്രോപ്പർ ഹൈറ്റിലുള്ള പ്ലാറ്റ്ഫോം പണിതിട്ടുണ്ട്, ലൈറ്റിംഗ് അവൈലബിൾ ആണ്. ആലപ്പുഴ ജില്ലയിലൊക്കെ എത്തിയവരുണ്ട് വെള്ളക്കെട്ടൊക്കെ കണ്ടിട്ട്. ഇനി മഴ പെയ്തുകൊണ്ടുള്ള വെള്ളക്കെട്ടാണോ അത് പ്രദേശത്ത് മൊത്തം എപ്പോഴും ഇങ്ങനെയാണ് വെള്ളക്കെട്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. മഴ പെയ്തതിൻ്റെ അവനാണ് സാധ്യത. ഒരു അണ്ടർപാസിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ പാടത്തും അണ്ടർപാസിലൊക്കെ വെള്ളമാണ്. എനിക്ക് മഴ പെയ്തതിൻ്റെ വെള്ളക്കെട്ടാണ്. ഒരു പുല്ല് വെള്ളക്കെട്ട് ഇവിടെ വെള്ളമുള്ളതിൻ്റെ ഒരു ലക്ഷണമല്ല കാണിക്കുന്നത്. കരുവാപ്പുഴം ഇവിടുന്ന് അത്യാവശ്യം ആള് കയറാനുണ്ട്. ഞാൻ തിരിച്ചു പോയി എൻ്റെ സീറ്റിലിരിക്കട്ടെ. കുരവപ്പുളം സ്റ്റേഷനിൽ പുറപ്പെട്ടു. ശരിക്കും ഇവിടുത്തെ വീടുകളും ആ ശീമക്കൊന്നൊക്കെ എന്നെ ശരിക്കും ആലപ്പുഴ ജില്ലയാണ് ഓർമ്മിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ വെള്ളക്കെട്ടും കൂടെ ശരിക്കും ആലപ്പുഴ ഓർമ്മ വരുന്നു. ആകെ വ്യത്യാസം എന്ന് വെച്ചാൽ ആലപ്പുഴയിൽ നമ്മൾ പന കാണില്ല, തെങ്ങ കാണാം. ഇവിടെ പനയാണ് കാണുന്നത്. വരുന്നേ ഉള്ളൂ. ഈസ്റ്റേൺ കോസ്റ്റ് ആയതുകൊണ്ട് നേരത്തെ നേരം വെളുക്കുന്നത് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ മൊത്തം അസ്ഥാനത്തായിരുന്നു. ഈ റൂട്ടിൻ്റെ അവസാനത്തെ സ്റ്റേഷൻ കാര്യപട്ടണത്തിലേക്ക് എത്തുകയാണ്. ഇവിടെയും അത്യാവശ്യം ആൾക്കാർ കയറാനുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരുത്തുറപ്പൂണ്ടിലേക്ക് പോയി കയറും. ഈ റൂട്ടിലെ ലാസ്റ്റ് സ്റ്റേഷനായ കാര്യപട്ടണം. പൊതുവെ എല്ലാ സ്ഥലത്തും ട്രെയിൻ ബിഫോർ ടൈമാണ്. ഇവിടെയും ബിഫോർ ടൈമാണ്, ശ്രദ്ധിച്ചില്ല. പൊതുവെ ബിഫോർ ടൈമാണ് എല്ലാ സ്ഥലത്തും. ബിഫോർ ടൈം ചെല്ലുക, വെയിറ്റ് ചെയ്യുക, സമയമാകുമ്പോൾ പുറപ്പെട്ടു പോകുക എന്നുള്ളൊരു സ്റ്റൈലാണ് നമ്മുടെ ഓപ്പറേഷൻ.
സ്റ്റേഷനിൽ കാണുന്ന എല്ലാ ആൾക്കാരും കയറാനുള്ളവരുടെ, കുറേ പേര് കയറ്റിവിടാവുന്നതും കുറേ പേര് ഇവിടെ നടക്കുന്ന ആൾക്കാരൊക്കെയാണ്. ഇതാണ് ഇപ്പുറത്തെ സൈഡിൽ. എല്ലാ സ്ഥലത്തും വെള്ളമാണ് കേട്ടോ. ഇത്രയും സ്ഥലങ്ങളിൽ വെള്ളം കിടക്കുന്നതുകൊണ്ട് ഇത് വെള്ളം കെട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മഴ പെയ്തതിൻ്റെ എഫക്റ്റാണെന്ന് തോന്നുന്നു. ഇനി ഇവിടെ 17.4 കിലോമീറ്റർ കൊണ്ടുണ്ട് നമുക്ക് തിരുത്തുറപ്പൂണ്ടി എത്താൻ. ഈ ദൂരത്തിൽ ഇനി സ്റ്റേഷനൊന്നുമില്ല. ഈ 17.5 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് റണ്ണാണ്. ഇങ്ങനെ കാണുമ്പോൾ മേഘങ്ങൾ കാണാം. രാവിലെ കാണുമ്പോൾ എനിക്ക് നക്ഷത്രമൊന്നും ഇല്ലാതെ കാരണം ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. രാവിലെ അല്ല, സോറി, രാത്രിയിൽ. അപ്പോൾ നമ്മളങ്ങനെ തിരുത്തുറൈപ്പൂണ്ടി സ്റ്റേഷനിലോട്ട് അടുക്കുന്നു. തിരുത്തുറൈപ്പൂണ്ടി സ്റ്റേഷൻ്റെ ലൂപ്പ് ലൈനിലോട്ട് കയറാൻ പോവാണ്. തിരുത്തുറൈപ്പൂണ്ടി സ്റ്റേഷനിൽ വെച്ച് നമുക്കൊരു ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ ക്രോസിങ്ങിന് വേണ്ടി നമ്മൾ പിടിച്ചിടാൻ വേണ്ടി നമ്മളെ ലൂപ്പിലേക്ക്, അല്ലെങ്കിലും തിരുത്തുറൈപ്പൂണ്ടിയിൽ നമ്മൾ ലൂപ്പിൽ തന്നെ കയറാൻ പോകുന്നുണ്ട്. ഇപ്പുറത്തു നിന്നുള്ള ലൈന്, ഈ കാണുന്ന ലൈൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ കാരേക്കുടിയിൽ നിന്ന് വരുന്ന ലൈനാണ്. കാരേക്കുടി തിരുവാരൂർ ലൈനാണ് ഈ സൈഡിൽ നിന്ന് വന്നത്. ഞാൻ വരുന്നത് കാണിക്കണം വെച്ചാൽ വിട്ടുപോയി, മറന്നുപോയി. തിരുത്തുറൈപ്പൂണ്ടി ഒരു ജംഗ്ഷനാണ്. കാരേക്കുടി തിരുവാരൂർ ലൈനിലാണ് തിരുത്തുറൈപ്പൂണ്ടി ജംഗ്ഷൻ ഉള്ളത്. നമ്മൾ ജസ്റ്റ് തിരുത്തുറൈപ്പൂണ്ടി സ്റ്റേഷനിലോട്ട് എത്തുന്നു. നമ്മൾ രാവിലെ 4:45 ഇവിടുന്ന് തന്നെയാണ് യാത്ര തുടങ്ങി കൊണ്ട് താഴോട്ട് പോയത്. തിരിച്ച് ഇവിടെ തന്നെ എത്തുന്നു. ഇൻഫാക്ട് ഇന്നലെ ചെന്നൈയിലെത്തിയിട്ട് ചെന്നൈയിൽ നിന്ന് 20683 കയറി ഇന്ന് രാവിലെ ഏകദേശം 2:45 തിരുത്തുറൈപ്പൂണ്ടിയിലെത്തിയതാണ്. കണ്ടത് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ലെവൽ കണ്ടോ, ഒഴുക്കുമുണ്ട്, വെള്ളം നല്ലോണം പൊങ്ങിയിട്ടുമുണ്ട്. ഇവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇന്നലെ. നമ്മൾ ജസ്റ്റ് തിരുത്തുറൈപ്പൂണ്ടിയിലേക്ക് എത്തുന്നു. ലെഫ്റ്റ് സൈഡിലൊരു ഫ്രൈറ്റ് അൺലോഡിങ് ഫെസിലിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സ്മോക്കറാണ് നമ്മുടെ ഡെമോ.
ഇവിടുന്ന് ഒരുപാട് പേരൊന്നും കയറാനില്ല, ആകെ 2-3 പേരെ കയറാനുള്ളൂ. ഇതാണ് തിരുത്തുറൈപ്പൂണ്ടി ജംഗ്ഷൻ. ഇവിടെ ഇപ്പോൾ ഓപ്പോസിറ്റ് ലൈനിലെ നേരത്തെ പറഞ്ഞ പോലെ കാരേക്കുടിയിലേക്കുള്ള ഒരു പാസഞ്ചർ വരാനുണ്ട്. ആ പാസഞ്ചർ വന്നു കഴിഞ്ഞാൽ നമ്മളെ വിടും. ഇതാണ് പ്ലാറ്റ്ഫോമിൻ്റെ മറുപുറത്തുള്ള ഗുഡ്സ് അൺലോഡിങ് ഫെസിലിറ്റി. ആൾക്കാർക്ക് നടക്കാനൊരു വലിയ ഗ്രൗണ്ട് കിട്ടിയിരിക്കുകയാണ്. ഇത് പണിതിരിക്കുന്നുണ്ട്. ഹ്യൂജാണ്. ഇതാണ് നമ്മുടെ ട്രെയിന്. നമ്മൾ തിരുത്തുറൈപ്പൂണ്ടിയിൽ ബിഫോർ ടൈം എത്തിയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ക്രോസിങ്ങുള്ള നമ്മൾ ആ ക്രോസിങ് വരുന്നവരെ നമ്മൾ പോവില്ല. ആ ക്രോസ് ചെയ്യുന്ന വണ്ടി ഇവിടെ 7 മണി കഴിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനെ ഷെഡ്യൂൾ ടൈം തന്നെ 7 മണി കഴിഞ്ഞിട്ടാണ്. ഇവിടെയും ഇലക്ട്രിഫിക്കേഷൻ്റെ വർക്കുകൾ നടക്കുന്നുള്ളൂ. ഇവിടെ പ്ലാറ്റ്ഫോമിലെ പോർട്ടൽസ് ഫിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അവർ, ഇലക്ട്രിഫിക്കേഷൻ ആവശ്യമായ പോർട്ടൽസ്. ഈ കാണുന്നതാണ് പ്ലാറ്റ്ഫോം. നമ്മൾ നിൽക്കുന്നത് പ്ലാറ്റ്ഫോം 3-ലാണ്. അപ്പുറത്ത് പ്ലാറ്റ്ഫോം 1-ലേക്കാണ് മറ്റേ പാസഞ്ചർ വരിക. പ്ലാറ്റ്ഫോം 1-ലെ തിരക്ക് കാണും. പ്ലാറ്റ്ഫോം 1-ൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാരേക്കുടി വണ്ടിക്ക് നല്ല തിരക്ക്, നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ് നിന്നത്. അപ്പം പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ 1-2 കടകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വെയിറ്റിംഗ് ഹാളുണ്ട്. രാവിലെ വന്നപ്പോൾ ആ വെയിറ്റിംഗ് ഹാളിലാണ്, അതാണ് ആ വെയിറ്റിംഗ് ഹാള്. ആ വെയിറ്റിംഗ് ഹാളിലാണ് രാവിലെ വന്നപ്പോൾ ഇരുന്നത്. ഒരു മണിക്കൂർ ഇരുന്നു. വലിയ വൃത്തിയൊന്നുമില്ല, നല്ലൊരു ടോയ്ലറ്റും മറ്റും ഉണ്ട് അവിടെ. എനിക്കൊന്ന് കാര്യം ഇവിടുത്തെ സ്റ്റേഷൻ സ്റ്റാഫ് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഉറങ്ങിപ്പോയൊക്കെ പാതിരാത്രി ഇവിടെ വന്ന് ഇറങ്ങാറുണ്ടെന്ന്. ഉറങ്ങിപ്പോകുന്നതുകൊണ്ട് എന്താ സംബന്ധം എനിക്ക് മനസ്സിലായില്ല. ഇവിടെ വന്ന് ഇറങ്ങാറുണ്ടെന്ന് പറഞ്ഞു. നമ്മളിവിടെ കാത്തു നിർത്തി ട്രെയിൻ വരുന്നുണ്ട്. ഹോണടി കേൾക്കാൻ പറ്റുന്നുണ്ട്, വണ്ടി കാണാൻ പറ്റുന്നില്ല. വണ്ടി അങ്ങ് ദൂരേന്ന് വരുന്ന കാണാം. ലെഫ്റ്റിൽ നിന്ന് ഒരു ലൈറ്റ് ദൂരേന്ന് അനങ്ങി വരുന്ന കാണാം. നമ്മൾ ഇത്ര നേരം പോസ്റ്റാക്കിയ പാസഞ്ചർ അതോട്ട് കയറി വരുന്നുണ്ട്. അതിവിടെ 7:07 മറ്റാണ് അതിൻ്റെ ടൈം. 7:05 ഇപ്പോൾ ഏകദേശം ഓൺ ടൈം തന്നെ കയറി വരുന്നുണ്ട്. ട്രെയിൻ കയറി വരുന്നു. ഇവിടുത്തെ ട്രെയിൻ ഇത് സാധാരണ പാസഞ്ചർ ട്രെയിനാണ്. DP4D ഹോൾഡ് ആയിരിക്കും അതപ്പോൾ. കയറി വരുന്നുണ്ട്. വരുന്നതാണ് തിരുവാരൂർ കാരേക്കുടി പാസഞ്ചർ. വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം. എൻ്റെ കണ്ണ് മൊത്തം നമ്മുടെ സിഗ്നലിലോട്ടാണ്. കാര്യം മെയിൻ ലൈൻ ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വിടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഗോൾഡൻ റോക്കിൻ്റെ WDP4D ആണ് ലോക്കോ. ഒന്ന് കണ്ടിട്ട് പോകുന്ന വെച്ചിരിക്കുക. ഇതൊരു അഡ്വാൻസ് സ്റ്റാർട്ടർ നമ്മുടെ ആയിട്ടില്ല. 40338 ആണ് ലോക്കോ. അങ്ങനെ പാസഞ്ചർ എത്തി. നമ്മുടെ അഡ്വാൻസ് സ്റ്റാർട്ടറൊന്നും ആയിട്ടില്ല. നമ്മുടെ സ്റ്റാർട്ടറായി. നമ്മുടെ സ്റ്റാർട്ടർ ജസ്റ്റ് ആംബറായി. അപ്പോൾ അങ്ങനെ നമ്മളും പുറപ്പെട്ടു. ഈ ട്രെയിൻ വിട്ടപ്പോൾ ഒരു ശങ്ക. സത്യം പറഞ്ഞാൽ തിരുത്തുറൈപ്പൂണ്ടി നേരെ ബസ് പിടിച്ചാൽ മതിയായിരുന്നു. തിരുത്തുറൈപ്പൂണ്ടി നേരെ ബസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുറൈപ്പൂണ്ടി, മണ്ണാർക്കുടി, തഞ്ചാവൂർ, ട്രിച്ചി എന്ന് പറഞ്ഞാൽ ഒരു 10-10:30 ആകുമ്പോഴേക്കും ട്രിച്ചി എത്തായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ ചെന്നിട്ട് തിരുവാരൂർ ചെന്ന് നോക്കണം. തിരുവാരൂർ ചെന്നിട്ട് മറ്റേ ട്രെയിൻ ഭയങ്കര തിരക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഞാൻ ബസ് സ്റ്റാൻഡിലോട്ട് പോകും. നല്ല തിരക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ കയറില്ല. കാര്യം അത് ഓൾറെഡി വേളാങ്കണ്ണിയിൽ നിന്ന് വരുന്ന ട്രെയിനാണത്. വേളാങ്കണ്ണി ട്രിച്ചി പാസഞ്ചറാണ് നിങ്ങൾ കയറേണ്ടത്. തിരുവാരൂർ സ്റ്റാർട്ടിങ് വണ്ടിയല്ല. നമുക്ക് നോക്കാം. എന്തായാലും തിരക്കാണ്, ഭയങ്കര തിരക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ കയറില്ല. പിന്നെ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോകും. എനിവേസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതായിരുന്നു തിരുത്തുറൈപ്പൂണ്ടി ജംഗ്ഷൻ സ്റ്റേഷൻ. നമ്മൾ തിരുത്തുറൈപ്പൂണ്ടി ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് പുറത്തോട്ടിറങ്ങുന്നു. ഈ തിരുത്തുറൈപ്പൂണ്ടിയിൽ നിന്ന് നാഗപട്ടണത്തിലേക്ക് ഒരു പുതിയ റെയിൽവേ ലൈൻ വരുന്നുണ്ട്. അതിന് പണികൾ നടക്കുന്നുണ്ട്. ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രത്തോളം വർക്കായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഇപ്പോൾ എന്തായാലും ഇലക്ട്രിഫിക്കേഷൻ്റെ വർക്ക്, പോൾസ് നാട്ടുന്ന വർക്ക് വരെ എത്തിയിട്ടുണ്ട്. പോളുകൾ നാട്ടിക്കൊണ്ടിരിക്കുകയാണ്.
സാധാരണഗതിയിൽ ട്രെയിനുകൾ ഓടുമ്പോൾ അതിൻ്റെ ഗാർഡും അതുപോലെ ലോക്കോ പൈലറ്റും കൂടി ചെറിയ ചെറിയ കാര്യങ്ങൾ സിഗ്നൽ പാസ് ചെയ്യുന്ന കൊടി വഴിയാണ്, ഹോണും കൊടിയും വഴിയാണ്. ഇതിപ്പോൾ മോട്ടർമാൻ മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഒറ്റ ക്രൂ മാത്രമേ ഉള്ളതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ബെല്ലുകളാണ്. ഇപ്പം തന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ ലൂപ്പ് ലൈൻ കടന്ന് പോയിൻറ്റ്സ് കടന്നു കഴിയുമ്പോൾ ഗാർഡ് ഡബിൾ ബെല്ലടിക്കും, മോട്ടർമാനെ ഡബിൾ ബെൽ റിട്ടേൺ അടിച്ച് അത് സിഗ്നൽ കിട്ടിയെന്ന് അറിയിക്കും. അപ്പം അങ്ങനെയാണ് സിഗ്നലിംഗ് നടക്കുന്നത്. ആ കാണുന്ന എംബാങ്ക്മെൻറ്റ് പോലെ പണിതിരിക്കുന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ നാഗപട്ടണം ലൈനിൻ്റെയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇവിടെ എവിടെയാണ് നാഗപട്ടണം ലൈൻ ഒന്ന് കയറേണ്ടത്. തിരുത്തുറിയപ്പൂണ്ടി വിട്ടിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പായ മണലി എന്ന് പറയുന്ന സ്റ്റേഷൻ എടുത്തിരിക്കും. മണലി ഓൾഡ് സ്റ്റേഷനാണ്. ഇതാണ് സ്റ്റേഷൻ. അതായിരുന്നു മണലി സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടർ. പെട്ടെന്ന് അടുത്ത സ്റ്റേഷൻ ഇത് ആലത്തമ്പാടി. ഇവിടെ ആകെ ഒരാൾ നമ്മുടെ വണ്ടി കാത്തു ചെയ്യുന്നുള്ളൂ.
ചറവറാന്ന് സ്റ്റേഷനുകളുണ്ട്. നമ്മുടെ തിരുത്തുറപ്പൂണ്ടിയിൽ നിന്ന് ടുവേർഡ്സ് തിരുവാരൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുനെല്ലിക്കാവിൽ എന്ന് പറയുന്ന സ്റ്റേഷനാണ്, ഇത് ക്രോസിംഗ് സ്റ്റേഷനാണ്. ഇതാണ് നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം, ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോം. പക്ഷേ ഇതാണ് മെയിൻ പ്ലാറ്റ്ഫോം. ഇവിടെയാണ് സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ ഉള്ളത്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിലോട്ടാണ് നമ്മളെ അവർ നിർത്തിയത്. ക്രോസിംഗ് സ്റ്റേഷൻ ആയതുകൊണ്ട് സിഗ്നലിംഗ് സൗകര്യങ്ങളുണ്ട്. നമ്മൾ നിർത്തുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റാർട്ടർ മഞ്ഞായിരുന്നു. ലേഡീസിൻ്റെ പുതിയൊരു സ്പെല്ലിംഗ് ഉണ്ട് ഇവിടെ, LEDIS ലേഡീസ്, ജെൻസിന് GENS. എന്തിനാണാവോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് കോൺട്രാക്ടർമാർക്ക് ഒന്ന് ഗൂഗിൾ എടുത്ത് നോക്കിക്കൂടെ? ഇത് ബില്ല് പാസ്സാക്കുന്ന ഓഫീസർമാർക്ക് ഇതൊക്കെ നോക്കിയിട്ട് ബില്ല് പാസ്സായിക്കൂടെ? അപ്പോൾ അങ്ങനെ തിരുനെല്ലിക്കാവൽ എന്ന് പറയുന്ന സ്റ്റേഷൻ കഴിഞ്ഞു. ഇനി 2 സ്റ്റേഷൻ കൂടെ നമ്മൾ തിരുവാരൂർ എത്തുന്നതിന് മുമ്പ്.
വെള്ളം കണ്ടോ, നല്ലോണം വെള്ളമുണ്ട്. നമ്മളിപ്പോൾ തിരുവാരൂർ ജംഗ്ഷനിലോട്ട് കയറുകയാണ് ഫൈനലി. നമ്മളിപ്പോൾ ജസ്റ്റ് തിരുവാരൂർ ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് കയറുകയാണ്. ഇവിടെ വെച്ച് അവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മുടെ ആക്ച്വലി തഞ്ചാവൂർ സൈഡിൽ നിന്നുള്ള ലൈൻ വന്ന് കയറിയായിരുന്നു. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഞാൻ വീണ്ടും കാണിക്കാനാണ്. നമ്മൾ ഇനിയിപ്പോൾ ട്രെയിനിന് തഞ്ചാവൂർ സൈഡിലേക്കുള്ള ലൈനിലാണ് പോവുക. അപ്പം നമ്മളങ്ങനെ തിരുവാരൂർ ജംഗ്ഷനിലെത്തി. വണ്ടി ഓൺ ടൈം തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 8:15 നമ്മുടെ അടുത്ത വണ്ടി ട്രിച്ചിക്കുള്ള വണ്ടിയുണ്ട്. സമയം ഇപ്പോൾ 7:53, 7:55 ഇവിടുത്തെ ടൈം. അപ്പോൾ 2 മിനിറ്റ് ബിഫോർ ടൈം നമ്മളെത്തി. ഇനി ഇവിടുന്ന് 8:15 ട്രിച്ചിക്കുള്ള വണ്ടി. അത് പ്ലാറ്റ്ഫോം നമ്പർ 1 പുറപ്പെടുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. തിരക്കിനനുസരിച്ച് മുന്നോട്ട് ട്രെയിനിൽ പോകണോ അത് ബസ്സിന് പോകണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ടിക്കറ്റ് എന്തായാലും റിസീവ് എടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും തിരക്കിനനുസരിച്ച് തിരിച്ച് നടക്കുന്നവർക്ക് VRR തുറന്നിരിക്കുന്നുണ്ട്. VRRൽ നല്ല പൂരി ഇരിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാൻ നോക്കും. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് വരെയൊക്കെ തദൈവ വേണം. കഴിച്ചിറങ്ങുമ്പോഴേക്കും വണ്ടി വന്നു കഴിഞ്ഞു. വണ്ടിയോടെ പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തിക്കഴിഞ്ഞു. 1-2 അനൗൺസ്മെൻറ്റ് വന്നു. ഇപ്പുറത്തേക്ക് കിടക്കുന്ന മെമ്മു മയിലാടുതുറയ്ക്കുള്ള മെമ്മു ആണ്. RCF മെമ്മു ആണ്. ഇതാണ് ട്രിച്ചിക്കുള്ള ഡെമു. വലിയ തിരക്കില്ല, എന്നാലും അത്യാവശ്യം സീറ്റൊക്കെ ഫുള്ളാണ്.
നോക്കിയൊക്കെ എവിടെയെങ്കിലും സീറ്റ് കാലിലുണ്ടെങ്കിൽ കയറാം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ യാത്ര ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ബസ്സിന് പോകും. കാര്യം ആൾക്കാർക്ക് തറയിലൊക്കെ ഇരിക്കുന്നുണ്ട് ഇതിനകത്ത് ഓൾറെഡി. ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ വണ്ടി പാക്ഡാണ്, വണ്ടിയിൽ ഇനി സ്ഥലമില്ല. വണ്ടി സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ട്രെയിനിൽ യാത്ര വേണ്ടെന്ന് വെച്ചു. ഞാൻ ഇനി നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോയിട്ട് നമുക്കൊരു ബസ് പിടിച്ചങ്ങ് പോവാം. നമ്മളിനി സമയം കളയുന്നില്ല, നേരെ ബസ് സ്റ്റാൻഡിലോട്ട് ഞാൻ പോവാണ്, ബസ് പിടിച്ച് പോവാം. അപ്പോൾ ഇതാണ് തിരുവാറൂരിൻ്റെ തഞ്ചാവൂരുണ്ട്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് എടുക്കുക. സൂപ്പർ താങ്ക്സ് മേടിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ദിസ് ഇസ് വിനയ് ശങ്കർ signing off from platform 7. See you soon in another video. Until then, bye bye.